പ്രീത, ഈ US പ്രതിരോധ കമ്പനി ലോക്ക്ഹീഡ് മാർട്ടിൻ പെട്ടിരിക്കുകയാണ് എന്നൊരു വാർത്തയുണ്ട്. അതായത് ആയുധ കമ്പനി അത് പറയുമ്പോൾ അത് ചൈനയല്ല പാകിസ്ഥാൻ കൊടുത്ത ഒരു പണിയാണ്. പെട്ടെന്ന് ചൈനയാണ് വന്നത്, ക്ഷമിക്കുക, പാകിസ്ഥാൻ കൊടുത്തൊരു പണിയാണ് എന്ന് വേണം. പാകിസ്ഥാൻ കൊടുത്തൊരു പണി, നൈസ് ഒരു പണി. മറ്റൊന്നുമല്ല, ഈ US പ്രതിരോധ കമ്പനി ലോക്ക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്നത് വമ്പൻ കമ്പനിയാണ്. ഏറ്റവും കൂടുതൽ എയ്റോസ്പേസ്, സൈനിക പിന്തുണ, സുരക്ഷ, സാങ്കേതിക വിദ്യ വ്യവസായത്തിലെ വമ്പൻ കമ്പനിയാണ് ലോക്ക്ഹീഡ് മാർട്ടിൻ. ആ ലോക്ക്ഹീഡ് മാർട്ടിൻ്റെ എന്താ പറയുക, അവരുടെ വിപണി മൂല്യം പാകിസ്ഥാൻ ഇതൊക്കെ കൊടുത്തത് കൊണ്ട് മാത്രം തകർന്ന് തരിപ്പണമായി എന്ന് പറയേണ്ടി വരും. ആ രീതിയിലാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു. അതെ അതെ, അവര് മേരിലാൻഡിലെ നോർത്ത് ബെതഡ്സിലാണ് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും വലിയ ലോകവ്യാപകമായി തന്നെ ഏറ്റവും വലിയൊരു ആയുധ ഇത്തരത്തിലുള്ള പ്രതിരോധ കാര്യങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഈ പ്രതിരോധ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഈ കമ്പനിയുടെ വിപണി മൂല്യം നഷ്ടമായി എന്ന് പറയുമ്പോൾ അവർക്കുണ്ടായിട്ടുള്ള തിരിച്ചടി എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ്. കാരണം ഇവർ പഹൽഗാം അറ്റാക്ക് നടത്തിയതിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുകയുണ്ടായി. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ആ സമയത്ത് പാക് സേന ഉപയോഗിച്ചത് മുഴുവൻ US നിർമ്മിതമായിട്ടുള്ള F-16 യുദ്ധവിമാനങ്ങളാണ്. ഈ യുദ്ധവിമാനങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യൻ വ്യോമ പ്രതിരോധത്തെ ഖണ്ഡിച്ച് അവരുടെ ലക്ഷ്യം കാണാനായിട്ട് കഴിഞ്ഞില്ല. നമ്മൾ അതിനെല്ലാം തകർത്തിട്ടു. അപ്പോൾ അത് എന്ന് പറയുന്നത് ഒരു പ്രതിരോധ പിഴവാണ്. ആ കമ്പനി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയൊരു പിഴവാണ്. പ്രയോജനപ്പെട്ടില്ല. അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ പ്രത്യാക്രമണത്തിൽ F-16 വിമാനം തകർന്ന് തരിപ്പണമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് F-16 നിർമ്മാണ കമ്പനിയായിട്ടുള്ള ലോക്ക്ഹീഡ് മാർട്ടിൻ്റെ ഓഹരി വിലയിൽ വലിയ രീതിയിൽ കനത്ത തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പാക് ഇന്ത്യ സംഘർഷം മൂർച്ഛിച്ചത് മെയ് 12-നാണ്. അപ്പോൾ ഈ 12-ന് തന്നെ കമ്പനിയുടെ ഓഹരിയിൽ കനത്ത വിൽപ്പന ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ അത്രയും നേരത്തെ ഒരു പുരോഗതി ഉണ്ടായി എന്ന് പറഞ്ഞാൽ പോലും അതൊരു ശാശ്വതമായ രീതിയിലായിരുന്നില്ല. കാരണം അത് പടിപടിയായിട്ട് കയറി വരണമല്ലോ. അങ്ങനെ ഒരു കാര്യം ഇവരുടെ കമ്പനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മെയ് 7 മുതൽ 10 വരെ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു സംഘർഷത്തിൽ അവരുപയോഗിച്ചത് മുഴുവന് US നിർമ്മിതമായിട്ടുള്ള F-16, ചൈനീസ് നിർമ്മിതമായിട്ടുള്ള J-10 തുടങ്ങിയ യുദ്ധവിമാനങ്ങളായിരുന്നു. ഇതെല്ലാം തന്നെ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിഷ്കരുണം തവിടുപൊടിയാക്കി കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ്. അതെ, അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം S-400 ട്രയംഫ്, ആകാശ് NG തുടങ്ങിയ സംവിധാനങ്ങളാണ് നമുക്ക് വ്യോമ പ്രതിരോധമൊക്കെ തീർത്തതും നമ്മുടെ കരുത്തായിട്ട് മാറിയതുമൊക്കെ. അപ്പോൾ ഈ തിരിച്ചടി എന്ന് പറയുന്നത് ഈ അമേരിക്കൻ പ്രതിരോധ ഭീമനെ സാരമായി തന്നെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്, നാണം കെട്ടു എന്നുള്ളതാണ്. കാരണം അമേരിക്കൻ കമ്പനിയാണ്, അവരെല്ലാത്തിലും മുമ്പിൽ നിൽക്കുന്നതാണ്. അവരുടെ തന്നെ കമ്പനി അവിടെ നിന്ന് എത്രയോ കോടികളുടെ വിൽപ്പനയാണ്, പ്രോഡക്ട്സും ആണ് അവർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഒരു കാര്യത്തിൽ വൻ തിരിച്ചടി ഉണ്ടാവുക എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ചൂടും മുടിക്കുന്ന രീതിയിലേക്ക് പോവല്ലേ. അപ്പോൾ ഈ ലോക്ക്ഹീഡ് മാർട്ടിന്റെ ഓഹരികളിൽ നിക്ഷേപിച്ചവരുണ്ടല്ലോ, ഇവർക്കൊന്നും തന്നെ കഴിഞ്ഞ മാസം യാതൊരു തരത്തിലുള്ള നേട്ടം ഉണ്ടായിട്ടില്ല. ഷെയർ മാർക്കറ്റിലെല്ലാം പ്രശ്നമാണ്. അപ്പൊ 6 മാസത്തെ തുടർച്ചയായ നഷ്ടത്തിന് ശേഷം 6.59% നേട്ടത്തിലേക്ക് ഉയർന്ന സമയത്തായിരുന്നു വീണ്ടും ഈ അടി വരുന്നത്. അപ്പോൾ ഒന്ന് തല പൊക്കി വന്ന പാട് പിന്നെ കാരണത്തല്ല തലക്കിട്ടടിച്ച അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ചെറിയ കാര്യം, ഇപ്പൊ പാകിസ്ഥാന് കൊടുത്ത ഇങ്ങനെ ഇടിവ് വരുമ്പോൾ മറ്റു ലോകരാഷ്ട്രങ്ങൾ ഇനി പ്രോഡക്റ്റ് അവരെ വാങ്ങത്തില്ലല്ലോ. ഇങ്ങനെ വിഷയം ഉണ്ടായി പിന്നെ എങ്ങനെ ഈ പ്രോഡക്റ്റ് അവർ? അതെ, അതുകൊണ്ട് തന്നെയാണ് വിപണി മൂല്യം തകരുന്നത്. മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് വരണ്ടേ. വിശ്വസിക്കാൻ എന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റ് നമുക്ക് ഉപകാരപ്രദമായിരിക്കും എന്നുള്ളത് വരണ്ടേ. ഇപ്പൊ ഇന്ത്യയെ പോലെ ഒരു രാജ്യം അത് തകർത്തു എന്ന് പറയുമ്പോൾ
ഈ ചൈനയും ബാക്കിയുള്ളവരും ഒക്കെ അതൊക്കെ വാങ്ങുമോ എന്നുള്ളത് തന്നെ സംശയമാണ്. അവർ തള്ളിക്കളയും, ഇനി ആ ഒരു പ്രോഡക്റ്റ് വേണ്ട. അപ്പൊ ഇവര് ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്നതൊക്കെ എന്ത് ചെയ്യും? അതെ, തീർച്ചയായിട്ടും അതൊരു വലിയ വിഷയം. ഇതൊരു ദൃഷ്ടാന്തമാണ്, ഇതൊരു ഉദാഹരണമാണ്. വിറ്റ് പോയില്ല എന്നുള്ളത്. ബാക്കി എങ്ങനെ വിറ്റ് പോകും? ബാക്കി വിറ്റ് പോവില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് വിപണി മൂല്യം തകരുന്നതും. അപ്പോൾ അടുത്ത പാദങ്ങളിൽ ഈ കമ്പനിക്ക് ലഭിക്കേണ്ട ഓർഡറുകൾ ഉണ്ടല്ലോ, അടുത്ത ഓർഡറുകൾ ലഭിക്കണമല്ലോ. ആ ഓർഡറുകളിൽ പോലും ഈ വിപണി മൂല്യത്തിൽ ഇത്രയും നഷ്ടം വന്നതുകൊണ്ട് ആ ഓർഡറുകളും കുറയും. അത് വല്ലാതെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതെ, ഇതുവരെ അവർ നിർമ്മിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച 4ാം തലമുറ യുദ്ധവിമാനം എന്ന വിശേഷണമായിരുന്നു ഈ F-16 നൽകിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും മികച്ച 4ാം തലമുറ വിമാനം എന്ന വിശേഷണം. ആ വിമാനമാണ് നമ്മുടെ ആകാശിന്റെ കരുത്തിലും എന്താ പറയുക S-400ന്റെ കരുത്തിലുമൊക്കെ നിഷ്കരണം ഇല്ലാതെ ആയി പോയത്. അപ്പൊ അത് അവരുടെ കരണത്തേറ്റ അടിയാണ്. അപ്പൊ അത് അവർക്ക് സഹിക്കാവുന്നതുമല്ല. ഇതിനു പുറമെ തന്നെ J-17 യുദ്ധവിമാനം നിർമ്മിച്ച അവിക് ചിങ്ഡു എയർക്രാഫ്റ്റ് കമ്പനിക്കും കഷ്ടകാലം തന്നെയാണ്. അവരും ഇതേ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മെയ് 12 കുത്തനെ ഉയർന്ന ഈ കമ്പനിയുടെ ഓഹരി വിലയൊക്കെ നിലവിൽ 20% നഷ്ടത്തിലാണ് എന്നുള്ള ഡാറ്റാസ് ആണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ US ഭീമനായിട്ടുള്ള ലോക്ഹീഡ് മാർട്ടിന്റെ കാര്യവും പറയണ്ട, വയറ്റിപ്പിഴപ്പാണ്, പക്ഷെ വയറ്റത്തടിയാണ് കിട്ടിയിട്ടുള്ളത്. ഇവർക്ക് ഇങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ലോകരാഷ്ട്രങ്ങളിൽ ഇവർക്ക് ഈ അക്കടി പറ്റുമെങ്കിലേ അതും പാകിസ്ഥാന് കൊടുത്ത് പറ്റുന്ന ഈ അമേരിക്കയൊക്കെ എന്തെങ്കിലും മുന്നോട്ട് വെക്കുമ്പോൾ ഞങ്ങളെക്കാൾ വലിയവരില്ല, ഞങ്ങൾക്ക് ഏറ്റവും മികച്ചൊരു ആണ് എന്നുള്ള രീതിയിലാണ്. അതെ, ഒരുപാട് തള്ളുമ്പോൾ തിരിച്ചടി കിട്ടുമ്പോൾ നമ്മൾ പറയില്ല, ഒരുപാട് അങ്ങ് പൊങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇരിക്കക്കുത്താലെ വീഴുമ്പോൾ വേദന കൂടുതലായിരിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. സത്യമാണ്. നമ്മൾ ഒരുപാട് തള്ളുമ്പോൾ നമ്മൾ പറയണ ഏറ്റവും മികച്ച കാര്യം എൻ്റെതാണ് എന്ന് പറയാം. ആ മികച്ചത് എന്ന് പറഞ്ഞെടുത്ത് ഒരു തിരിച്ചടി കിട്ടുമ്പോൾ അത് ഏറ്റവും അടിയിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു മിനിമത്തിലൊക്കെ പറഞ്ഞു പോകാന്ന് നമ്മൾ ഈ തമാശയായിട്ടൊക്കെ പറയില്ലേ, പക്ഷെ ആ ഒരു രീതിയിലാണ് ഇവർ പറയുന്നത്. അപ്പോൾ മെയ് മാസത്തിൽ ഇവർ പക്ഷേ കാര്യമായ മാറ്റമൊന്നും ഇതിൻ്റെ പശ്ചാത്തലത്തിലും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് നിക്ഷേപകർക്ക് ഏതാണ്ട് 0 റിട്ടേണുകൾ മാത്രമാണ് നേടിക്കൊടുത്തത് എന്നാണ് പറയുന്നത്. മെയ് മാസത്തിൽ ഓഹരി വില മെയ് മാസത്തിൽ ഓഹരി വില വെറും 0.97% ഉയർന്നിട്ട് $482.38 ക്ലോസ് ചെയ്തത്. അത്രയും ഇടിവ് സംഭവിച്ചു. അപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യുദ്ധ ആവശ്യങ്ങൾക്ക് പുറമെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് US പാകിസ്ഥാന് F-16 യുദ്ധവിമാനങ്ങളൊക്കെ നൽകി. പക്ഷേ കഴിഞ്ഞ മാസം ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ലോക്ഹീഡ് മാർട്ടിൻ കോർപ്പറേഷന്റെ ഈ F-16 ചൈനയുടെ J-10 യുദ്ധവിമാനങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും രണ്ടിനും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. ഇത് ചൈനയ്ക്കും US-നും വൻ തിരിച്ചടിയാകുമെന്നാണ് പ്രോഫിറ്റ് മാർട്ട് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഒരു ഗവേഷണ മേധാവി അവിനാശ് എന്ന് പറയുന്ന ഒരു ആള് പറയുന്നത്. അപ്പൊ അത് രണ്ട് രീതിയിൽ നമ്മളിപ്പോ ലോക്ഹീഡ് മാർട്ടിന്റെ കാര്യം പറഞ്ഞെങ്കിൽ ഈ J-10 ഉണ്ടാക്കിയിട്ടുള്ള ചൈനയെ സംബന്ധിച്ചും അവരുടെ വിപണി മൂല്യവും തകരുന്ന രീതിയിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന സമയത്തൊക്കെയും ഈ പ്രതിരോധ കമ്പനികളുടെ ഓർഡർ ബുക്കിൽ വിപണി ചില ഇടിവുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാന് ആയുധം കൊടുത്തുകൊണ്ട് അമേരിക്ക നിഷ്പ്രഭമാകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണേണ്ടി വരുന്നുണ്ട്. അമേരിക്ക മാത്രമല്ല, അതേസമയം തന്നെ ചൈനയുടെയും ഈ എന്താ പറയുക പ്രതിരോധ നിർമ്മാണ കമ്പനികൾക്ക് തിരിച്ചടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഇതുവരെയും ഈ ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒരു വിഷയമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരാണ് മുമ്പിൽ എന്ന് പറഞ്ഞിട്ട് പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളത്, മറ്റുള്ളവരുടെ വളർച്ച അവർ നിരീക്ഷിക്കുന്നില്ല. അതെ, നമ്മള് വെറുതെ ഒരു ആകാശം ഉണ്ടാക്കി എന്നൊക്കെ വെറുതെ അവന്മാരവിടെ എന്തോ ഒരു ആകാശം ഉണ്ടാക്കി, അതൊക്കെ ഉണ്ടാക്കി എന്നുള്ള അങ്ങനെയുള്ളൊരു
എന്താ പറയാ ആ ഒരു ചിന്ത പോലും ഉണ്ടായിട്ടുണ്ടാകാം. ഒരുപക്ഷെ അതായിരിക്കും എന്നും അവർക്ക് മേൽക്കോയ്മ ഉണ്ടായിരുന്നല്ലോ, ആ മേൽക്കോയ്മയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. പക്ഷെ ഇതിനെല്ലാം പ്രതിരോധിക്കണം എന്നുള്ളത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ എന്തായാലും ചിന്തിക്കും. അപ്പോൾ അതിനുള്ള രീതിയിലുള്ള പ്രയത്നം ഇന്ത്യയും ചെയ്തുകൊണ്ടിരിക്കും, ഇന്ത്യയെ പോലെ തന്നെ മറ്റു രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള തിരിച്ചടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്.